ജോബിൻസ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെൻസിനെ പറ്റിയാണ്. സോ ഇത് ടെൻസിന്റെ പാർട്ട് 12 വീഡിയോ ആണ്. 11 ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. സോ നമ്മൾ നിലവിൽ ഡിസ്കസ് ചെയ്യുന്നത് ടെൻസിനെ പറ്റിയാണ്. സോ ടെൻസിൽ നമ്മൾ പ്രസന്റ് ടെൻസിനെ പറ്റിയിട്ടും പാസ്റ്റ് ടെൻസിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തേർഡ് ഡിവിഷൻ. അതായത് ടെൻസിനെ മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. സോ അതിൽ പ്രസന്റും പാസ്റ്റും കഴിഞ്ഞു. ഇനി അടുത്ത് തേർഡ് ക്ലാസിഫിക്കേഷൻ ഏതാണ്? ഫ്യൂച്ചർ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്യൂച്ചർ ടെൻസിനെ പറ്റിയാണ്. നിങ്ങൾക്കറിയാം, ഫ്യൂച്ചർ ടെൻസ് എടുത്താൽ തന്നെ അതിലും എന്തുണ്ട്? 4 സബ് ഡിവിഷൻസ് ഉണ്ട്. പ്രസന്റിനും 4 സബ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു, പാസ്റ്റ് ടെൻസിന് 4 സബ് ഡിവിഷൻ ഉണ്ടായിരുന്നു. അതേപോലെ ഫ്യൂച്ചർ ടെൻസിന് എന്തുണ്ട്? 4 സബ് ഡിവിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം? ഫ്യൂച്ചർ സിമ്പിൾ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഫ്യൂച്ചർ ടെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം. ഫ്യൂച്ചർ ടെൻസ് ഭാവി, അതായത് വരാൻ പോകുന്ന കാലത്തിനെ കുറിച്ചുള്ള സൂചനകൾ നൽകാൻ ആണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. ടു ഡിനോട്ട് ഫ്യൂച്ചർ ആക്ഷൻസ്, അതായത് ഫ്യൂച്ചർ ആക്ഷൻസ് എഴുതാൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് സബ് ഡിവിഷനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡിവിഷൻ എന്താണ്? ഫ്യൂച്ചർ സിമ്പിൾ. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടെൻസ്. വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. ആപ്ലിക്കേഷന് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ, അതും സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. സോ ഡയറക്റ്റ് ആയിട്ട് പോർഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താണ്? ബേസിക് ഫോർമുല അറിയണം. ഫ്യൂച്ചർ സിമ്പിളിന്റെ ബേസിക് ഫോർമുല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഫോർമുല എഴുതിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചതാണ്, ആദ്യം പഠിച്ച ഫോർമുല. പ്രസന്റ് സിമ്പിളിന്റെ ബേസിക് ഫോർമുല: സബ്ജക്ട് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട്. ഇതേതിന്റെ ഫോർമുല? പ്രസന്റ് സിമ്പിൾ സെന്റൻസിന്റെ ബേസിക് ഫോർമുല. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചർ സിമ്പിളിന്റെ ഫോർമുല എഴുതാം. വെരി സിമ്പിൾ. സബ്ജക്ട് പ്ലസ് ഡു ഓർ ഡസിന് പകരം മോഡൽ ഓക്സിലറി ചേർക്കുക. എന്താണ്? ഡു ഓർ ഡസിന് പകരം MA. ഷോർട്ട് ഫോമിൽ ഞാൻ സൂചിപ്പിക്കുന്നു. മോഡൽ ഓക്സിലറി വെർബ്. വെർബിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. പ്രൈമറി ഓക്സിലറി വെർബ് എന്താണ്? മോഡൽ ഓക്സിലറി വെർബ്. അതിൽ രണ്ടാമത്തതാണ് മോഡൽ ഓക്സിലറി വെർബ്. എത്ര പേരുണ്ട്? 13 പേരുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കാം. അതൊക്കെ ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ സബ്ജക്ട് പ്ലസ് മോഡൽ ഓക്സിലറി പ്ലസ് എന്താണ്? വെർബ് പ്ലസ് ഒബ്ജക്ട്. ഈ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയാം. എന്താണ്? V1 ഫോം അഥവാ റൂട്ട് ഫോം ആണെന്ന് നമുക്ക് അറിയാം. സോ ഇതാണ് ഫോർമുല. സബ്ജക്ട് പ്ലസ് മോഡൽ ഓക്സിലറി വെർബ് പ്ലസ് ഒബ്ജക്ട്. ഫോർമുല ഇപ്പൊ തന്നെ പഠിക്കാം. സബ്ജക്ട് പ്ലസ് MA പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട് എന്ന് പഠിച്ചിരുന്നാലും മതി. MA എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡൽ ഓക്സിലറി വെർബ്. ഇനി മോഡൽ ഓക്സിലറി വെർബിലേക്ക് വരാം. 13 മോഡൽ ഓക്സിലറി വെർബാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഓക്സിലറി വെർബിനെയാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തത്. എന്തോന്നൊക്കെയാണ്? ഒന്ന് പ്രൈമറി ഓക്സിലറി വെർബും ഒന്ന് മോഡൽ ഓക്സിലറി വെർബും. പ്രൈമറി ഓക്സിലറി വെർബ് 11 പേരുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാം. പ്രസന്റ് സിമ്പിൾ ഓക്സിലറി വെർബ്, ഡു ഓർ ഡസ്, അങ്ങനെ നമ്മൾ 11 പഠിച്ചു. മോഡൽ ഓക്സിലറി വെർബ് അവിടെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. 13 ഓക്സിലറി വെർബ് ഉണ്ട്. ആ 13 നിങ്ങൾ കാണാതെ പഠിക്കുക. ഓക്കെ, നോക്കാം. 13 പേരും ഞാനിത് സൂചിപ്പിച്ചു എന്നാണ് എന്റെ ഓർമ്മ. എന്തായാലും ഒന്നുകൂടെ പറയാം. വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. 8 പേരായി കഴിഞ്ഞു. ദെൻ ഡയർ, മസ്റ്റ് 10, 11 ഔട്ട്, നീഡ് 12, യൂസ്ഡ് ടു 13. സോ ഇതാണ് 13 പേര്. കോഡ് ഉപയോഗിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല, കാരണം എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഡെയർ, മസ്റ്റ്, ഔട്ട്, നീഡ്, യൂസ്ഡ് ടു. ഡെയർ, മസ്റ്റ്, ഔട്ട്, നീഡ്, യൂസ്ഡ് ടു. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ 4 ഞാൻ ഒരു ഹൈഫൺ ഇട്ടിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ്. ഓക്കെ, വില്ലിന്റെ പാസ്റ്റ് ആണ്. അതിന്റെ സ്പെഷ്യൽ കേസ് ഒക്കെയാണ്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും അതൊക്കെ പിന്നീട് നമ്മൾ പഠിക്കുന്നതാണ്. വിൽ, വുഡ്. വില്ലിന്റെ പാസ്റ്റ് ഫോം. ഷാലിന്റെ പാസ്റ്റ് ഫോം ഷുഡ്. ക്യാനിന്റെ പാസ്റ്റ് ഫോം കുഡ്. മേയുടെ പാസ്റ്റ് ഫോം മൈറ്റ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ 8 എണ്ണം ഒരു ഓർഡറിൽ പഠിച്ചു വെക്കാം. വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്. അവസാനം വരുന്നത് ഡെയർ, മസ്റ്റ്, ഔട്ട്, നീഡ്, യൂസ്ഡ് ടു. ഡെയർ ധൈര്യത്തിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. മസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, യു മസ്റ്റ് ഒബൈ ദം, അതായത് തീർച്ചയായിട്ടും എന്നൊക്കെ ഒരു അർത്ഥത്തിലാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുക. ഔട്ട് എന്ന് പറഞ്ഞാൽ കടമയാണ് സൂചിപ്പിക്കുക. ദെൻ നീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആവശ്യമാണ്, അത് ഞാൻ എഴുതുന്നില്ല. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമാണ്, അറിയാം. ഔട്ട് എന്ന് പറഞ്ഞാൽ കടമയാണ്. യു മസ്റ്റ് ഔട്ട് ടു യുവർ പാരന്റ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഔട്ട് കടമയാണ്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യം. യൂസ്ഡ് ടു സിമ്പിൾ, അതും എന്ത് തന്നെയാണ്?
യൂസ്ഡ് ടു ദ മെഷീൻ ഈസ് യൂസ്ഡ് ടു എന്നൊക്കെ പറയില്ലേ, അത് മെഷീന്റെ എന്താണ് ഉപയോഗം തന്നെ. സോ ഇതാണ് മോഡൽ ഓക്സിലറി വെർബ്. ഇവിടെ വില്ലും ഷാല് മാത്രമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, മോഡൽ ഓക്സിലറി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വില്ലും ഷാലും മാത്രമാണ്. ഇവിടെ തൽക്കാലം ഏത് വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം, എന്തായാലും കൺവീനിയൻസിന് വേണ്ടിയിട്ട് തൽക്കാലം വില്ലും ഷാലും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, വില്ലും ഷാലും മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക, ക്യാൻ കുഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കഴിവ് സൂചിപ്പിക്കാനാണ്. എനിക്കത് ഉയർത്താൻ കഴിയും. എങ്ങനെ പറയും? ഐ ക്യാൻ ലിഫ്റ്റ് ഇറ്റ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എന്താണ് സ്കൂൾ ക്ലാസ്സിൽ മുതൽ അതൊക്കെ എഴുതുന്നതാണ്. സോ ക്യാൻ കുഡ് കഴിവ്, കഴിവിനെ സൂചിപ്പിക്കാനാണ് എന്തുപയോഗിക്കുക? ക്യാൻ അല്ലെങ്കിൽ കുഡ്. അതിന്റെ പാസ്റ്റ് ആണ് എന്ത്? കുഡ്. അതേപോലെ മേ എന്ന് പറയുമ്പോൾ സാധ്യത. ഇറ്റ് മേ റെയിൻ ടുനൈറ്റ്, ഇറ്റ് മേ റെയിൻ ടുനൈറ്റ്, അതായത് ഇന്ന് രാത്രി മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് രാത്രിക്ക് മഴ പെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനായിട്ട് ഇറ്റ് മൈറ്റ് റെയിൻ ടുനൈറ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതിന്റെ പാസ്റ്റ് ഫോം ആണ് ഇത്, ഇതിന്റെ പാസ്റ്റ് ഫോം ഇത്, ഇതിന്റെ പാസ്റ്റ് ഫോം ഇത്, ഇതിന്റെ പാസ്റ്റ് ഫോം ഇത്. സോ ഇപ്പൊ നമ്മൾ മോഡൽ ഓക്സിലറി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആരെ മാത്രം? വില്ലിനെ ഷാലിനെ മാത്രം. സോ ഫോർമുല സിമ്പിൾ, സബ്ജക്ട് പ്ലസ് മോഡൽ ഓക്സിലറി പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട്, മോഡൽ ഓക്സിലറി ആയിട്ട് വില്ലും ഷാലും. അടുത്തെന്താണ്? സെന്റൻസ് കൺസ്ട്രക്ഷൻ. സിംഗുലർ പ്രോനൗൺ എടുക്കാം, എന്തായാലും നൗൺ ഉപയോഗിക്കാം, സിംഗുലർ പ്രോനൗൺ ഉപയോഗിക്കാം, എന്താണ് ഉപയോഗിക്കാം? ഞാൻ എന്തായാലും സിംഗുലർ പ്രോനൗൺ ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് എന്താ ഇറ്റ് ഉപയോഗിക്കാം. ഇറ്റ് ഒരു വ്യത്യസ്തതയ്ക്ക് ഇട്ടിരുന്നോട്ടെ, നമ്മൾ സ്ഥിരം ഹി ഷീ ആണ് ഉപയോഗിക്കുന്നത്. സോ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് ഇറ്റ് ഉപയോഗിക്കുന്നു. അടുത്ത മോഡൽ ഓക്സിലറി. മോഡൽ ഓക്സിലറി ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? വില്ലാണ് ഉപയോഗിക്കുക. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, എന്തായാലും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. എന്താ ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും ബി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഷാലാണ്. ഓക്കെ, ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും ബി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഷാലാണ്. ഐക്കും ഷാല്, ബിക്കും ഷാൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇറ്റിന് എന്താണ്? ബാക്കി എല്ലാത്തിനും വില്ല് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഐക്കും ബിക്കും സബ്ജക്റ്റ് ആയിട്ട് വന്ന ഷാലാണ് ഉപയോഗിക്കുക. ഓക്കെ, സോ ഇറ്റ് വിൽ കിൽ, ഇറ്റ് വിൽ കിൽ. കിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതായത് വെർബാണ്, റൂട്ട് ഫോം ആണ് എഴുതുക, ആദ്യത്തെ ഫോം എഴുതുക. നമുക്കറിയാം കിൽ എന്ന് പറയുമ്പോൾ കിൽ, കിൽഡ്, കിൽഡ്. സോ അതിൽ V1 അല്ലെങ്കിൽ റൂട്ട് ഫോം എന്താണ്? കിൽ. സോ ഇറ്റ് വിൽ കിൽ ആൻ അനിമൽ, ഇറ്റ് വിൽ കിൽ ആൻ അനിമൽ എന്നോ ഇറ്റ് വിൽ കിൽ എ റാറ്റ് എന്നോ എന്താണോ നിങ്ങൾക്ക് എഴുതാം. സോ ഇതാണ് സെന്റൻസ് കൺസ്ട്രക്ഷൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് വി ഉപയോഗിക്കുന്നു, വി എന്ന പ്രോനൗൺ ഉപയോഗിക്കുന്നു. അപ്പോ ഓർത്തിരിക്കുക, വി നമ്മൾ എടുത്ത എന്ത് ഉപയോഗിക്കും? വില്ല് ഉപയോഗിക്കാറില്ല, ഷാലാണ് ഉപയോഗിക്കുക. സോ വി ഷാൽ ഗോ, ഗോ അറിയാലോ, ഗോ വെന്റ് ഗോ, അതിന് V1 ഫോം എന്താ? ഗോ, അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. സോ വി ഷാൽ ഗോ there. ഇതാണ് സെന്റൻസ് കൺസ്ട്രക്ഷൻ. വേണമെങ്കിൽ ഒരു എക്സാമ്പിളൂടെ നിങ്ങൾക്ക് എഴുതാം, നിർബന്ധമില്ല. എന്ത് ചെയ്യാം? നമുക്കൊരു യു ഉപയോഗിക്കാം. യുവിന് എന്ത് വരും? വില്ല് തന്നെ വരും. ഐക്കും വിക്കും മാത്രമാണ് ഷാൽ. സോ യു വിൽ എന്താ? യു വിൽ പ്ലേ. സോ യു വിൽ പ്ലേ, പ്ലേ, പ്ലേഡ്, പ്ലേഡ്, അതിൽ ആദ്യത്തത് പ്ലേ. സോ യു വിൽ പ്ലേ ഫുട്ബോൾ എന്നോ ക്രിക്കറ്റ് എന്നോ ഇഷ്ടമുള്ള കളി നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. സോ ഇത്രയുള്ള സെന്റൻസ് കൺസ്ട്രക്ഷൻ. ഇത് ഫോർമാറ്റ് എങ്ങനെയാണ്? സബ്ജക്ട് പ്ലസ് മോഡൽ ഓക്സിലറി പ്ലസ് റൂട്ട് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ ഇത് തന്നെയാണ്, സബ്ജക്ട് പ്ലസ് എന്താ മോഡൽ ഓക്സിലറി പ്ലസ് റൂട്ട് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ അത് തന്നെയാണ്, സബ്ജക്ട് പ്ലസ് മോഡൽ ഓക്സിലറി പ്ലസ് റൂട്ട് ഫോം പ്ലസ് ഒബ്ജക്റ്റ്. സോ സബ്ജക്ട് പ്ലസ് മോഡൽ ഓക്സിലറി പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, അതിന്റെ സെന്റൻസ് കൺസ്ട്രക്ഷൻ നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനി ആസ് യൂഷ്വൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാം. എന്തായാലും ജസ്റ്റ് ഒന്ന് ഈ എക്സാമ്പിൾ മാത്രം ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഇറ്റ് വിൽ കിൽ ആൻ അനിമൽ, അതിന്റെ എന്ത് ചെയ്യണം? നെഗറ്റീവ് എഴുതണം. നെഗറ്റീവ് എങ്ങനെ എഴുതും? ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർക്കും. ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർക്കും, എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. ഇവിടെ ഓക്സിലറി വെർബ് എന്താണ്? വിൽ. അപ്പോൾ വില്ലിന്റെ കൂടെ നോട്ട് ചേർക്കാം. വില്ലിന്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ വിൽ പ്ലസ് നോട്ട് നമ്മൾ ഷോർട്ട് ഫോമിൽ വോണ്ട് എന്ന് എഴുതുക. അതേപോലെ ഷാൽ പ്ലസ് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾക്ക് ഊഹിക്കാം ഷാൻഡ് എന്നാണ് എഴുതുക. സോ വിൽ പ്ലസ് നോട്ട് വോണ്ട് എന്നും ഷാൽ പ്ലസ് നോട്ട് ഷാൻഡ് എന്നും എഴുതാം. ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, വിൽ നോട്ട് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഷോർട്ട് ഫോമിൽ എഴുതുമ്പോൾ വോണ്ട് എന്ന് എഴുതുക. സോ ഇറ്റ് വിൽ കിൽ ആൻ അനിമൽ, വില്ലിന്റെ കൂടെ നോട്ട് ചേർത്ത് പറഞ്ഞാൽ ഇറ്റ് വിൽ പ്ലസ് നോട്ട്. സോ ഇറ്റ് വോണ്ട് കിൽ ആൻ അനിമൽ എന്ന് വരും. ഇറ്റ് വോണ്ട് കിൽ ആൻ അനിമൽ. മനസ്സിലായോ എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ വരും? വി ഷാൽ ഗോ ദെയർ. ഇങ്ങനെ വരും വി ഷാൻഡ് ഗോ ദെയർ എന്ന് വരും. യു വിൽ പ്ലേ ഫുട്ബോൾ, വില്ലാണ് അവിടുത്തെ ഓക്സിലറി വെർബ്. നെഗറ്റീവ് എങ്ങനെ വരും? വില്ലിന്റെ കൂടെ നോട്ട്, യു വോണ്ട് പ്ലേ ഫുട്ബോൾ. അടുത്തെന്താ? എന്താ ഇൻട്രോഗേറ്റീവ് ആണ്. അടുത്ത ഇൻട്രോഗേറ്റീവ് എഴുതാം. മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കുന്നു. എന്താണ്? ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർക്കുക. അടുത്ത ഇൻട്രോഗേറ്റീവ് എഴുതാം. എങ്ങനെ ഇൻട്രോഗേറ്റീവ് എഴുതുക?
ഓക്സിലറി വെർബ് ആദ്യം ചേർത്തിട്ട് ബാക്കിയെല്ലാം അതേ ഫോർമാറ്റിൽ കൊടുത്തിട്ട് അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. എന്തായി? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. സോ വില്ല് ആദ്യം ഇടുക. എന്താവും? വില്ല്, ബാക്കി അതേപോലെ വിൽ ഇറ്റ് കിൽ ആൻ അനിമൽ, വിൽ ഇറ്റ് കിൽ ആൻ അനിമൽ. ഓക്കെ, ഫൈനലി ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറന്നുപോയില്ല, എന്നാൽ മാത്രം എന്താ ഒരു ഇന്ററോഗേഷൻ ആവത്തുള്ളൂ. ഇതെന്ത് ഇന്ററോഗേഷൻ ആണ്? യെസ് ഓർ നോ ഇന്ററോഗേഷൻ ആണ്. സോ കാരണം എന്താ? ഓക്സിലറി വെർബാണ് ആദ്യം ഉള്ളത്. സോ ഇറ്റ് വിൽ കിൽ ആൻ അനിമലിന്റെ ഇന്ററോഗേറ്റീവ് എന്താണ്? വിൽ ആദ്യം ചേർക്കുക, ബാക്കിയുള്ളതെല്ലാം അതേപോലെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. സോ വിൽ ഇറ്റ് കിൽ ആൻ അനിമൽ. ഇവിടെ എന്ത് വരും? ഷാൽ ആദ്യം ചേർക്കുക, ബാക്കിയുള്ളതെല്ലാം അതേപോലെ ഫൈനലി ക്വസ്റ്റ്യൻ മാർക്ക്. സോ ഷാൽ വി ഗോ ദേർ. ഓക്കെ, എഴുതണമെന്നില്ലല്ലോ. ഓക്കെ, ഷാൽ വി ഗോ ദേർ. അടുത്തത് യു വിൽ പ്ലേ ഫുട്ബോൾ. എങ്ങനെ വരും? വിൽ ആദ്യം ചേർക്കുക, ബാക്കിയുള്ളതെല്ലാം അതേപോലെ. വിൽ യു പ്ലേ ഫുട്ബോൾ. എന്താ ജസ്റ്റ് ഒന്ന് എഴുതാം, സ്പേസ് അടക്കില്ല. വിൽ യു പ്ലേ ഫുട്ബോൾ, വിൽ യു പ്ലേ ഫുട്ബോൾ. ഇതെന്ത് വരും? ഷാൽ വി ഗോ ദേർ. ഓക്കെ, അപ്പോൾ 3 സെന്റൻസ് ഉണ്ടായിരുന്നു. അതിന്റെ നെഗറ്റീവ് എഴുതി, ഇൻട്രോഗേറ്റീവ് എഴുതി. ഇനി ഫൈനൽ സ്റ്റെപ്പ് നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ്. എങ്ങനെയാണ് ഇൻട്രോഗേറ്റീവിന്റെ നെഗേഷൻ എഴുതുക? ഒരു സെന്റൻസ് എന്നാൽ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതാനൊക്കെ നമുക്ക് അറിയാം. നമ്മൾ 8 ടെൻസിന്റെ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതിയാണ്. അപ്പോൾ എന്തില്ല, ഒരു പുതുമയൊന്നും അങ്ങനെ ഒന്നുമില്ല. അവിടെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. എന്താ? ഈ ഒരു സെന്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതാൻ ഞാൻ അപ്പോഴേ പറഞ്ഞിട്ടുള്ളതാണ്. എന്ത് ചെയ്യുക? ആദ്യം നെഗറ്റീവ് എഴുതുക. ഒരു സെന്റൻസിന്റെ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നെഗറ്റീവ് എഴുതുക, അതിനുശേഷം എന്ത് ചെയ്യുക? ഇൻട്രോഗേറ്റീവ് എഴുതുക. തിരിച്ചു ചെയ്താലും കുഴപ്പമില്ല. അതിന്റെ ഇൻട്രോഗേറ്റീവ് ആദ്യം എഴുതിയിട്ട് ഓക്സിലറി റിലേഷൻ നോട്ട് ചേർത്താലും കുഴപ്പമില്ല. സോ ആദ്യം എന്തായാലും ഞാൻ അത് പറഞ്ഞുതരാം. വിറ്റ് വിൽ കിൽ ആൻ അനിമൽ, ഇതിന്റെ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് നമുക്ക് എഴുതണം. അപ്പോൾ അതിന്റെ ഇൻട്രോഗേറ്റീവ് ആദ്യം എഴുതുക. എന്താണ്? വിൽ ഇറ്റ് കിൽ ആൻ അനിമൽ. നമ്മളിപ്പോൾ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുക? ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർക്കുക. ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർക്കുമ്പോൾ എന്ത് വരും? വിൽ പ്ലസ് നോട്ട്. ഓക്കെ, വിൽ പ്ലസ് നോട്ട്, ദാറ്റ് ഈസ് വോണ്ട്. എന്ത് വരും? വോണ്ട് ഇറ്റ് കിൽ ആൻ അനിമൽ എന്ന് വരും. വോണ്ട് ഇറ്റ് കിൽ ആൻ അനിമൽ എന്ന് വരും. ഫൈനലി ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് കുറച്ചുകൂടി ഈസി എന്ന് തോന്നുന്നു. ആദ്യം നെഗറ്റീവ് അല്ല എഴുതേണ്ടത്, ആദ്യം ഇൻട്രോഗേറ്റീവ് എഴുതാം. നെഗറ്റീവ് എഴുതിയാൽ ആൻസർ കിട്ടും. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓർത്തിരിക്കാം. സോ ഇറ്റ് വിൽ കിൽ ആൻ അനിമൽ. ആദ്യം എന്ത് ചെയ്യുക? ഇൻട്രോഗേറ്റീവ് എഴുതുക. വിൽ ഇറ്റ് കിൽ ആൻ അനിമൽ. അതിന്റെ ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർക്കുക. വോണ്ട് ഇറ്റ് കിൽ ആൻ അനിമൽ. അതേപോലെ വി ഷാൽ ഗോ ദേർ. വി ഷാൽ ഗോ ദേർ. ഇതിന്റെ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് ആദ്യം ഇൻട്രോഗേറ്റീവ് എഴുതുക. ഷാൽ വി ഗോ ദേർ. ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർക്കുക. ദാറ്റ് ഈസ് ഷാൽ നോട്ട്, ദാറ്റ് ഈസ് ഷാൻഡ് എന്ന് വരും. ദാറ്റ് ഈസ് ഷാൻഡ് വി ഗോ ദേർ എന്ന് വരും. അതേപോലെ യു വിൽ പ്ലേ ഫുട്ബോൾ. അപ്പോൾ ആദ്യം ഇൻട്രോഗേറ്റീവ് എഴുതുക. വിൽ യു പ്ലേ ഫുട്ബോൾ. അതിനുശേഷം ഓക്സിലറി വെർബിന് നോട്ട് ചേർക്കുക. ദാറ്റ് ഈസ് വിൽ പ്ലസ് നോട്ട്, ദാറ്റ് ഈസ് എന്ത് വരും? വോണ്ട് യു പ്ലേ ഫുട്ബോൾ എന്ന് വരും. ഓക്കെ, അപ്പോൾ സെന്റൻസ് എഴുതി, എന്താ നെഗറ്റീവ് എഴുതി, എന്താ ഇൻട്രോഗേറ്റീവ് എഴുതി, എന്താ നെഗറ്റീവ് ഇൻട്രോഗേറ്റീവും എഴുതി. ഓക്കെ, സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്കറിയാം. നമ്മളിവിടെ വില്ലും ഷാലും മാത്രമാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഏത് വേണം ഉപയോഗിക്കാം. കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ വില്ലും ഷാലും ഉപയോഗിച്ചത്. ഓക്കെ, എന്നിട്ട് നമ്മൾ നെഗറ്റീവ് എഴുതി. എങ്ങനെ നെഗറ്റീവ് എഴുതി? എല്ലായിടത്തും ചെയ്തതുപോലെ നെഗറ്റീവ് എഴുതി. ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ചേർക്കും. അപ്പോൾ ഒരു ഷോർട്ട് ഫോം വിൽ പ്ലസ് നോട്ട് ബോണ്ടും ഷാൽ പ്ലസ് നോട്ട് ഷാൻഡ്. അടുത്ത് ഇൻട്രോഗേറ്റീവ് എഴുതി. ആദ്യം ഓക്സിലറി വെർബ് ചേർത്തിട്ട് സെന്റൻസ് ബാക്കിയുള്ളതെല്ലാം അതേ ഫോർമാറ്റിൽ എഴുതിയിട്ട് അവസാനം എന്ത് ചേർത്തു? ക്വസ്റ്റ്യൻ മാർക്ക് ചേർത്തു. ദെൻ ഫൈനലി എന്താ ചെയ്തത്? നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതി. നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് എഴുതാൻ പറഞ്ഞാൽ ആദ്യം നെഗറ്റീവ് എഴുതുക, എന്നിട്ട് ഓക്സിലറി വെർബിന് നോട്ട് ചേർക്കുക. ഇതിന്റെ ഇൻട്രോഗേറ്റീവ് ആദ്യം എഴുതി, എന്നിട്ട് ഓക്സിലറി വെർബിന് നോട്ട് ചേർക്കും. സോ വോണ്ട് ഇറ്റ് കിൽ ആൻ അനിമൽ എന്ന് നമുക്ക് കിട്ടി. ഇത്രയുള്ള സെന്റൻസ് കൺസ്ട്രക്ഷൻ. അടുത്ത എന്താ? ലാസ്റ്റ് ഓക്കെ, ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ സിമ്പിൾ ആയിട്ടുള്ള ഒരേ ആപ്ലിക്കേഷനാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്. ദാറ്റ് ഈസ് ടു ഡിനോട്ട് മിയർ ഫ്യൂച്ചർ ആക്ഷൻസ്. ടു ഡിനോട്ട് മിയർ ഫ്യൂച്ചർ ആക്ഷൻസ്. ടു ഡിനോട്ട് മിയർ ഫ്യൂച്ചർ ആക്ഷൻസ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു വേർഡ് മറക്കുകയാണ്. ഈ വേർഡ് മറക്കുകയാണ്. മിയർ എന്നൊരു വേർഡ് മറക്കുകയാണ്. എന്നാൽ എന്താ വരിക? ടു ഡിനോട്ട് ഫ്യൂച്ചർ ആക്ഷൻസ് അല്ലേ? ടു ഡിനോട്ട് ഫ്യൂച്ചർ ആക്ഷൻസ് എന്നാണ് വരിക. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആപ്ലിക്കേഷൻ ആവുമോ? ഇല്ല. ടു ഡിനോട്ട് ഫ്യൂച്ചർ ആക്ഷൻസ് എന്ന് മാത്രം കൊടുത്തിരുന്നെങ്കിൽ അതെന്തല്ല, ഇതിന്റെ ആപ്ലിക്കേഷൻ അല്ല. കാരണം എന്താണ്? ഫ്യൂച്ചർ ആക്ഷൻസ് സൂചിപ്പിക്കാൻ നമുക്ക് വേറെയും 3 ടെൻസുകളുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയാലും, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയാലും,
ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയാലും 3 പേര് എന്താണ് ഫ്യൂച്ചർ ആക്ഷൻസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫ്യൂച്ചർ ആക്ഷൻസ് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷേ ഫ്യൂച്ചർ സിമ്പിൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനത്തെ ഫ്യൂച്ചർ ആക്ഷൻസ് ആണ്? മിയർ ഫ്യൂച്ചർ ആക്ഷൻസ്. ദാറ്റ്സ് ദ വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഓക്കെ, വെറും ഫ്യൂച്ചർ ആക്ഷൻസ് അല്ല, മിയർ ആയിട്ടുള്ള ഫ്യൂച്ചർ ആക്ഷൻസ് ആണ് ആര് ഡിനോട്ട് ചെയ്യുക? ഫ്യൂച്ചർ സിമ്പിൾ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, എത്തരത്തിലുള്ളതാണ് മിയർ ഫ്യൂച്ചർ ആക്ഷൻസ്. വെരി ഫ്യൂച്ചർ ആക്ഷൻസ് ആണെങ്കിൽ ബാക്കി എല്ലാവർക്കും പറ്റും. മിയർ ഫ്യൂച്ചർ ആക്ഷൻസ് ഡിനോട്ട് ചെയ്യാൻ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? ഫ്യൂച്ചർ സിമ്പിളിന് മാത്രമേ പറ്റത്തുള്ളൂ. മിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? മിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായ, അല്ലെങ്കിൽ മിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധമായ, അല്ലെങ്കിൽ ഫ്രഷ്, അങ്ങനെ എഴുതാൻ മതി. ഫ്രഷ് അല്ലെങ്കിൽ പ്യുവർ. പ്യുവർ ആയിട്ടുള്ള ഫ്യൂച്ചർ ആക്ഷൻസ്, അതായത് ഉറപ്പായിട്ട് നടക്കുമെന്നുള്ള പ്യുവർ ആയിട്ടുള്ള ഉറപ്പുള്ള ഫ്യൂച്ചർ ആക്ഷൻസ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കും നമ്മൾ? ഫ്യൂച്ചർ സിമ്പിൾ ഉപയോഗിക്കും. ടു ഡിനോട്ട് മിയർ ഫ്യൂച്ചർ ആക്ഷൻസ്, ശുദ്ധമായിട്ടുള്ള ഫ്യൂച്ചർ ആക്ഷൻസ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഷീ വിൽ ഡ്രൈവ് എ കാർ ടുമാറോ. ഷീ വിൽ ഡ്രൈവ് എ കാർ ടുമാറോ. ഇവിടെ ടുമാറോ വന്നു, അതേപോലെ നെക്സ്റ്റ് ഇയർ വരിക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഫ്യൂച്ചർ സിമ്പിൾ ആക്ഷൻ ഉപയോഗിക്കുക. ടുമാറോയ്ക്കൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഫ്യൂച്ചർ സിമ്പിൾ ആണ്. സോ ഫ്യൂച്ചർ സിമ്പിളിന്റെ ആപ്ലിക്കേഷൻ സിമ്പിൾ ആണ്. ടു ഡിനോട്ട് മിയർ ഫ്യൂച്ചർ ആക്ഷൻ, സാധാരണ നടക്കുന്ന ഫ്യൂച്ചർ ആക്ഷൻസ്. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. സാധാരണ നടക്കുന്ന ഫ്യൂച്ചർ ആക്ഷൻസിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ എന്തുപയോഗിക്കും? അതെ, എന്തുപയോഗിക്കും? ഫ്യൂച്ചർ സിമ്പിൾ ഉപയോഗിക്കും. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഐ വിൽ സോ ദ സീഡ്സ് ടുമാറോ. ദെൻ he will play football tomorrow. He will play football next year. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ? എല്ലാം ഫ്യൂച്ചർ സിമ്പിൾ ആണ്. സോ ടു ഡിനോട്ട് മിയർ ഫ്യൂച്ചർ ആക്ഷൻസ്, എന്താണ്? മിയർ ഫ്യൂച്ചർ ആക്ഷൻസിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഫ്യൂച്ചർ സിമ്പിൾ ഉപയോഗിക്കുക. മിയർ ഫ്യൂച്ചർ ആക്ഷൻസിന്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്താണ് മിയർ ഫ്യൂച്ചർ ആക്ഷൻസ്? അതെ, ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ നടക്കുന്ന ഫ്യൂച്ചർ ആക്ഷൻസ് ആണ് എന്ത്? മിയർ ഫ്യൂച്ചർ ആക്ഷൻ. സോ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിനെ പറ്റിയിട്ടാണ്. ഇതൊക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്നും കരുതുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് സബ് ഡിവിഷൻ, അതായത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസുമായിട്ട് വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും താങ്ക്സ്.